വാഷിംഗ് പൗഡർ നിർമ്മ. 80കളിലും 90കളിലും ഈ പരസ്യം കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ അതിനു പിന്നിൽ ഒരു അച്ഛന്റെ ഹൃദയം തുറന്ന വേദനയുടെയും അതിനെ അതിജീവിച്ച അതിജീവനത്തിന്റെയും കഥയാണ്. 1970കളിൽ ഗുജറാത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു കർസൻഭായ് പട്ടേൽ. അദ്ദേഹം ഒരു ലാബ് ടെക്നീഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മകളായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ ഒരു വിധിയുടെ വിളയാട്ടമുണ്ടായി. സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ഒരു റോഡ് അപകടത്തിൽ ആ കുഞ്ഞു ജീവൻ പൊലിഞ്ഞു. ആ അച്ഛന്റെ തീരാനോടിൽ നിന്നുമാണ് നിർമ്മ എന്ന ബ്രാൻഡിന്റെ ഉത്ഭവം. തന്റെ മകളുടെ പേര് ഈ ലോകം അറിയണമെന്ന ദൃഢനിശ്ചയത്തിന്റെയും അതിജീവനത്തിന്റെയും ഫലമാണ് നിർമ്മ എന്ന ബ്രാൻഡ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വയം നിർമ്മിച്ച ഡിറ്റർജന്റ് പൗഡറുമായി അദ്ദേഹം സൈക്കിളിൽ കിലോമീറ്ററോളം സഞ്ചരിച്ച് ഓരോ വീടുകളും കൈയിറങ്ങി തന്റെ ഡിറ്റർജന്റുകൾ വിറ്റു. മറ്റു ബ്രാൻഡുകൾ സോപ്പ് പൊടി കിലോക്ക് 15 രൂപക്ക് നൽകിയപ്പോൾ കർസൻഭായ് വെറും 3 രൂപക്കാണ് നിർമ്മ വിറ്റിരുന്നത്. നിർമ്മ ഉപയോഗിക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പണം തിരികെ നൽകാം. ഇത്രയും ആത്മവിശ്വാസം സാധാരണക്കാരന്റെ മനം കവർന്നു. അത് നിർമ്മയുടെ വിജയകരമായ വിപ്ലവകരമായ ഒരു മുന്നേറ്റമായിരുന്നു. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സെൻസേഷണലായി ഈ പാട്ട് മാറി. ഡിറ്റർജന്റ് മാർക്കറ്റിന്റെ 12% വിഹിതം നിർമ്മക്കുണ്ട്. അതിനു പുറമെ നിർമ്മ ഒരുപാട് പ്രോഡക്റ്റുകളും മാർക്കറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കോടികൾ വിറ്റുവരവുള്ള ഒരു സാമ്രാജ്യമാണ് ഇന്ന് നിർമ്മ. കാലൊലിച്ച് കൊതി തീരും മുമ്പേ പൊലിഞ്ഞുപോയ മകളെ ഇന്ന് ഇന്ത്യയിലെ ഓരോ വീടും ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ അച്ഛൻ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്: കഠിനാധ്വാനവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ തകർച്ചയും വിജയകരമാക്കാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ.